ഈശും ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പെസഹ കാലം ഇന്ന് തിരുസഭ മാതാവ് വിശുദ്ധ ജോർജിൻ്റെ തിരുനാൾ സന്തോഷത്തോടെ കൊണ്ടാടുകയാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 6-ാം അധ്യായം 44 മുതൽ 51 വരെയുള്ള വാക്യങ്ങളാണ്. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം താനാണെന്ന് യേശുനാഥൻ പഠിപ്പിക്കുമ്പോൾ അവിടത്തേക്കെതിരെ പിറുപിറുക്കുന്ന ഒരു ജനക്കൂട്ടത്തെ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ പിറുപിറുക്കുന്ന ജനക്കൂട്ടം അങ്ങനെ ചെയ്യാനുള്ളതിൻ്റെ കാരണം എന്താണ് എന്ന് യേശുനാഥൻ പറയുകയാണ്. അവിടുന്ന് പറയും, എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ആർക്കും എൻ്റെ അടുക്കിലേക്ക് വരാൻ സാധിക്കുകയില്ല എന്ന് സുവിശേഷത്തിലൂടെ യേശുനാഥൻ വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ വചനം നമ്മൾ ഒന്ന് ഇരുത്തി ധ്യാനിക്കേണ്ട ഒരു വചനമാണ്. ഒരുപക്ഷെ ഈ വചനത്തിൻ്റെ മറ്റൊരു അർത്ഥം നമ്മൾ തെറ്റായി ചിന്തിക്കാൻ സാധ്യതയുണ്ട്. അതായത് ചില മനുഷ്യരെങ്കിലും പിതാവായ ദൈവത്തിനാൽ ആകർഷിക്കപ്പെടാത്തത് കൊണ്ടാണ് യേശുനാഥൻ്റെ അടുക്കിലേക്ക് വരാത്തത് എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടാകാം. അതൊരു തെറ്റായ ധാരണയാണ്. കാരണം സുവിശേഷം ഇന്ന് ഈ 6-ാം അധ്യായം പ്രത്യേകിച്ച് ദിവ്യകാരുണ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ ദിവ്യകാരുണ്യത്തിലേക്കുള്ള ആകർഷണം, അതായത് യേശുവിലേക്കുള്ള ആകർഷണം വരുന്നത് പിതാവായ ദൈവം ഓരോ മനുഷ്യനെയും ക്ഷണിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഈ ക്ഷണം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും ലഭിച്ചിട്ടുണ്ട്. ദൈവം ഈ മനുഷ്യരെ ഇങ്ങനെ വേർതിരിച്ചല്ല ക്ഷണിക്കുന്നത്. ഇതെല്ലാവർക്കും ഈ ക്ഷണം ലഭിച്ചിട്ടുണ്ട്. ദൈവം എല്ലാവരെയും ആകർഷിക്കുന്നുണ്ട്. നമുക്കത് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ കാണുന്നുണ്ട്. തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്നാണ്. ഇവിടെ പറയുന്നത് കുറച്ചു പേരെ സ്നേഹിച്ചു എന്നല്ല, ലോകത്തെ മുഴുവനും ദൈവം സ്നേഹിച്ചിട്ടുണ്ട്. ഈശോയെ പിതാവായി ദൈവം നമുക്ക് നൽകിയത് ലോകത്തിന് മുഴുവൻ വേണ്ടിയാണ്. അവിടെ ആരെയും മാറ്റി നിർത്തിയിട്ടില്ല. പക്ഷെ പിന്നെ എങ്ങനെയാണ് ഈ ആകർഷണത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക? അതായത് ദൈവം എല്ലാ മനുഷ്യരെയും ഈശോയിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. പക്ഷെ ചില മനുഷ്യരാണ് അതിന് പ്രത്യുത്തരം നൽകുന്നത്. ആ ആകർഷണത്തിന് പ്രത്യുത്തരം നൽകിക്കൊണ്ട് അത് ഓരോ മനുഷ്യൻ്റെയും ഫ്രീ വില്ലാണ്. അവന് ഓരോരുത്തർക്കും അതിനൊരു സ്വാതന്ത്ര്യം ദൈവം നൽകിയിട്ടുണ്ട്, ഇത് സ്വീകരിക്കാനും സ്വീകരിക്കാതിരിക്കാനും. അപ്പോൾ ഇത് സ്വീകരിക്കുന്ന മനുഷ്യർ ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ആകർഷണത്തിന് പ്രത്യുത്തരം നൽകിക്കൊണ്ട് ഈശോയിലേക്ക് വരികയാണ്. ചില മനുഷ്യർ അത് ഇല്ലാതാക്കി കളയുകയാണ്. ആ കിട്ടിയ ദൈവത്തിൻ്റെ വലിയ ദാനം കൃപയാണത്. ആ കൃപയെ നിരാകരിക്കുന്നത് കൊണ്ടാണ് ഈശോയിലേക്ക് വരാതെ പോകുന്നത്. അപ്പോൾ ഇത് ചില മനുഷ്യർ മനഃപൂർവ്വം ചെയ്യുന്നതാണ്, ചില മനുഷ്യർ പക്ഷേ അവരുടെ അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോകുന്നതാണ്. അപ്പോൾ ഇവിടെ യേശുനാഥൻ അതിനൊരു വ്യക്തമായ ധാരണ നൽകുന്നുണ്ട്. അവിടുന്ന് പറയുകയാണ്, ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ട മനുഷ്യരെ കുറിച്ച് പറയുന്നുണ്ട്. ദൈവം മനുഷ്യരിടയിലേക്ക് ഇറങ്ങി വന്ന് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈശോയാൽ പഠിപ്പിക്കപ്പെട്ടവരാണ് നമ്മളെല്ലാവരും. നമ്മൾ ഈശോയെ മനസ്സിലാക്കാൻ സാധിച്ചവരാണ്. പക്ഷേ ആ പഠനം നമ്മൾ സ്വീകരിക്കുന്നില്ല. ദൈവം വന്ന് പഠിപ്പിച്ചിട്ട് പോലും അത് സ്വീകരിക്കാത്ത ചില മനുഷ്യരുണ്ട്. ചിലത് അറിവില്ലായ്മ കൊണ്ടാണ്. പക്ഷേ അറിവുണ്ടായിട്ടും ഈശോയെ തിരിച്ചറിഞ്ഞിട്ടും ഈശോ നൽകുന്ന ആ വലിയ കൃപകൾ സ്വീകരിക്കാതെ പോകുന്ന മനുഷ്യർ അവർ നഷ്ടപ്പെടുത്തുന്നത് ഈശോയെ തന്നെയാണ്. എന്താണ് ഈശോ? ഈശോ നിത്യജീവനാണ്. അവിടെ പറയുന്നുണ്ട്, ഞാൻ ഇനി അവരെ ഉയർപ്പിക്കും. നിത്യജീവൻ നൽകുന്ന ഉയർപ്പ് ഈശോനാഥനാണ്. വീണ്ടും അവിടെ നിന്ന് പറയുന്നൊരു കാര്യമുണ്ട്, ഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചവർ മരിച്ചുപോയി, പക്ഷേ എൻ്റെ ഈ ശരീരം ഭക്ഷിക്കുന്നവർ മരിക്കില്ല. അപ്പോൾ ഈ മരണം എന്ന് പറയുന്നത് 2 തരത്തിലാണ് മരണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന് സ്വാഭാവികമായ മരണം, മനുഷ്യന് ഈ ഭൂമിയിൽ സംഭവിക്കുന്ന സ്വാഭാവികമായ മരണം. മറ്റൊരു മരണം, വചനം പറയുന്ന മരണം എന്ന് പറയുന്നത് ആത്മാവിൻ്റെ മരണമാണ്. അത് ഈശോയെ സ്വീകരിക്കാത്തവർ എന്നേക്കും ആത്മാവിൻ്റെ മരണത്തിൽ അടിമപ്പെട്ടു പോകുന്നു. അപ്പോൾ ഈ ആത്മാവിൻ്റെ മരണത്തെ നമുക്ക് ഇല്ലാതാക്കാൻ കഴിയുന്നത് ഈശോയെ സ്വീകരിക്കുന്നത് വഴിയാണ്. അപ്പോൾ ഈശോയെ സ്വീകരിക്കാനുള്ള കൃപയാകട്ടെ ദൈവം എല്ലാവർക്കും നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ സ്വീകരണത്തിന് നമ്മൾ പ്രത്യുത്തരം നൽകുന്നത് ഈശോയെ മനസ്സിലാക്കിക്കൊള്ളണം. അപ്പോൾ അതിന് ആ കൃപ സ്വീകരിക്കാനുള്ള വലിയ അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. എല്ലാ മനുഷ്യർക്കും ഈ കൃപ ലഭിക്കപ്പെട്ടിട്ടുണ്ട്, പക്ഷേ കുറച്ച് പേരെ അത് സ്വീകരിക്കുന്നുള്ളൂ. അപ്പോൾ ദിവ്യകാരുണ്യത്തിൽ ഈശോയെ മനസ്സിലാക്കാൻ നമുക്ക് ഈ കൃപയുടെ ആവശ്യമുണ്ട്. നമുക്കതുകൊണ്ട് പ്രാർത്ഥിക്കാം, പൂർണ്ണമായി ഈശോയെ മനസ്സിലാക്കാൻ. ഈ ദൈവം നമ്മളെ പൂർണ്ണമായി സ്നേഹിക്കുന്നത്, ആ സ്നേഹം മനസ്സിലാക്കിക്കൊണ്ട് ഈശോയിലേക്ക് ആകർഷിക്കപ്പെടാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ. ഇന്നത്തെ തിരുനാൾ ആഘോഷിക്കുന്ന വിശുദ്ധ ജോർജ്, അദ്ദേഹം റോമിലെ വലിയൊരു സൈനിക ഉദ്യോഗസ്ഥനായിരുന്നുവെന്നും അന്നത്തെ ചക്രവർത്തി അദ്ദേഹത്തോട് വിശ്വാസത്യാഗത്തിന് ആവശ്യപ്പെട്ടപ്പോൾ അതൊന്നും വകവയ്ക്കാതെ യേശുനാഥന് വേണ്ടി നിലകൊള്ളുകയും ജീവൻ അർപ്പിക്കുകയും ചെയ്ത രക്തസാക്ഷിയായിട്ടാണ് അദ്ദേഹത്തെ തിരുസഭ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ചിത്രം പലപ്പോഴും ചിത്രീകരിച്ചിരിക്കുന്നത് അദ്ദേഹം ഒരു വ്യാളിയെ കൊല്ലുകയും ഒരു രാജകുമാരി രക്ഷിക്കുകയും ചെയ്യുന്ന രീതിയിലാണ്. ഇതിന് അദ്ദേഹം ഒരു മിത്താണെന്നുള്ള രീതിയിൽ ചിന്തകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് ആ ചിത്രീകരണം തന്നെ ഒരു അടയാളമാണ്. അതായത് നാരകീയ ശക്തികൾക്കെതിരെ പോരാടിക്കൊണ്ട് ക്രിസ്തുവിന് വേണ്ടി നിലനിന്ന മനുഷ്യനെന്നാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഈശോയെ സ്വീകരിക്കുന്നതിൽ നിന്ന് നമ്മെ എതിർക്കുന്ന ചില നാരകീയ ശക്തികളുണ്ട്. അപ്പോൾ അതിനെതിരെ നിരന്തരം പോരാടണമെന്നുള്ളൊരു ചിന്ത കൂടിയാണ്. ഈ ദിവ്യകാരുണ്യത്തെയൊക്കെ ഈശോയുടെ സജീവ സാന്നിധ്യത്തെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ പൂർണ്ണമായി നമ്മെ തന്നെ ഈശോയ്ക്ക് സമർപ്പിക്കണം. പലപ്പോഴും അതിന് നമുക്ക് സാധിക്കാതെ വരുന്നത് ഇതുപോലുള്ള ചിന്തകളുടെ വലിയൊരു യുദ്ധം തന്നെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ദുഷ്ചിന്തകളെയൊക്കെ അകറ്റാൻ
നമ്മൾ നിരന്തരം പോരാട്ടത്തിൽ ഏർപ്പെടണമെന്ന് കൂടിയുള്ള ചിന്ത ഈ വിശുദ്ധ നമുക്ക് നൽകുന്നുണ്ട്. അപ്പോൾ ഈ വിശുദ്ധനെ പോലെ നാരകീയ ശക്തികൾക്കെതിരെ പോരാടാനുള്ള കൃപയ്ക്ക് വേണ്ടിയും നമുക്ക് ഈ ബലിയിൽ പ്രാർത്ഥിക്കാം.